മോഹൻലാൽ നായകനെ ക്ലബ് ഓഫ് ഫെമിലൂടെ പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ റേഡിയോ സിനിമയാണ് എയ്ഡൻ ദ AI സ്പിരിറ്റ്. രമേഷ് പിഷാരുടെ കഥ എഴുതിയ ഈ സിനിമയുടെ സംവിധായകൻ പ്രിയരാജ് ഗോവിന്ദരാജാണ്. രഘുത്തമൻ എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ ഇതിനകത്ത് ശബ്ദം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള വോയിസസ് ആണ് നമുക്ക് ഇതിൽ കേൾക്കാൻ സാധിക്കുക. സുരേഷ് കൃഷ്ണ, സുനിൽ സുഗത, രാജേഷ് ശർമ്മ, സുധീർ കരമന. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മഹേഷ് കുഞ്ഞുമോനാണ്. മഹേഷ് കുഞ്ഞുമോൻ അല്ലെങ്കിൽ മഹേഷ് മിമിക്സ് നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ളൊരു വോയിസാണ്. അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് മിമിക്രി ആർട്ടിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് വോയിസ് ആർട്ടിസ്റ്റും കൂടിയാണ്. ഒട്ടനവധി മലയാള സിനിമകളിൽ അന്യഭാഷ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപാട് ആക്ടേഴ്സിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണീക്ക് വോയിസസിൽ ഡബ് ചെയ്യാൻ അദ്ദേഹം ഒരു എക്സ്പേർട്ടും കൂടിയാണ്. സോ ലാലേട്ടൻ്റെ ഒപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള അത്രയും ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ് മഹേഷ് കുഞ്ഞുമോൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു റേഡിയോ സിനിമ എന്ന് പറയുമ്പോൾ അത്രയും വോയിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് കുഞ്ഞുമോൻ ജസ്റ്റ് എക്സെൽസ്. അദ്ദേഹം വിനീത് ശ്രീനിവാസൻ്റെ ശബ്ദമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് വേണ്ടിയിട്ടും അദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. വിനീതിൻ്റെ സൗണ്ടിൽ ഡബ് ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ആ എഫേർട്ടിന് കൈയടിച്ചേ പറ്റുള്ളൂ. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കഥയാണ്. ഒരു അത്യാവശ്യം എൻഗേജിങ് സ്റ്റോറിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു 40 മിനിറ്റാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. പക്ഷേ ഒരു സ്ഥലത്ത് നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ അത്രയും എൻഗേജിങ് ആയിട്ട്, കാരണം ലാലേട്ടൻ്റെ ആ ഒരു നരേഷൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കേട്ട് തീർക്കാൻ പറ്റുന്നൊരു സ്റ്റോറി തന്നെയായിരുന്നു ഇത്. അതിൻ്റേതായ ഹൈ മൊമെൻറ്റ്സും ലോ മൊമെൻറ്റ്സും സിനിമയ്ക്ക് ഉണ്ട്. എങ്കിൽ പോലും ഈ എക്സ്പെരിമെൻറ്റിന് കൈയടിച്ചേ പറ്റൂ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനാണ്. ഒരു വിഷ്വൽസും അവൈലബിൾ അല്ല എങ്കിൽ കൂടിയും നമുക്ക് സൗണ്ടിലൂടെയാണ് നമ്മൾ ഈ സിനിമ ആസ്വദിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് ചുറ്റും നടക്കുന്ന സറൗണ്ടിങ്സിൻ്റെ സൗണ്ട് എല്ലാം നല്ല പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് നല്ല പ്രോപ്പർലി ഡിസൈൻഡാണ് ഈ സിനിമയിൽ. സോ ഞാനിത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടപ്പോൾ ശരിക്കും നമ്മൾ തൊട്ടടുത്ത് ഒരാൾ വന്നിട്ട് സംസാരിക്കുന്ന പോലെയായിരുന്നു ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ ക്ലബ് ഓഫ് ഫെമിലെ റേഡിയോ ജോക്കീസിൻ്റെ സൗണ്ട് കൂടി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നോട്ട് ചെയ്ത് പറയാൻ പറ്റിയത് RJ ഷാഫിയുടെ സൗണ്ടാണ്. കാരണം അത്ര യൂണീക്ക് ആയിട്ടുള്ള വോയിസാണ്. അതേപോലെ തന്നെ അനീഡ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിട്ടുണ്ട്. അതും ക്ലബ് ഓഫ് ഫെമിലെ ഏതൊരു RJ ആണ്. സോ ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടു. സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പ്ലോട്ട് കാര്യങ്ങളും ശരിക്കും പല സിനിമകളായിട്ട് സാമ്യം തോന്നുമെങ്കിലും, ലൈക്ക് റോബിൻ ഹുഡ് പോലത്തെ ഒരു സിനിമയായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് AI റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അത് പറയേണ്ട രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് AIയുടെ ഗുണങ്ങളും പറയുന്നുണ്ട്, അതേപോലെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളും പറയുന്നുണ്ട്. സോ നമുക്കൊട്ടും ലാഗും കാര്യങ്ങളില്ലാതെ ബോറടിയൊന്നും ഇല്ലാതെ നമുക്ക് എൻഗേജിങ് ആയിട്ട് നമ്മൾ കണ്ണുകളടച്ച് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റേഡിയോ സിനിമ തന്നെയാണ് എയ്ഡൻ ദി AI സ്പിരിറ്റ്. സോ അതായിരുന്നു എൻ്റെ ഈ സിനിമയായിട്ടുള്ള എക്സ്പീരിയൻസ്. നിങ്ങളിതുവരെ സിനിമ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കേട്ട് നോക്കൂ. നിങ്ങൾ ഓൾറെഡി കേട്ടവരാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക.